എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് പാർട്സ് ഓഫ് എ പ്ലാന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ചെടിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതേ ടോപ്പിക്കിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ആദ്യത്തേത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും അവ തിരിച്ചറിയാനും, രണ്ടാമത്തേത് ഈ ഭാഗങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. അത് ലാസ്റ്റ് ടോപ്പിക്കായിട്ടാണ് ചർച്ച ചെയ്യുക. അപ്പോൾ ഇന്ന് ഡേ 4 വൊക്കാബുലറി പരിചയപ്പെടാം. ആദ്യത്തെ വാക്ക് സ്റ്റെം. ചെടിയുടെ പ്രധാനപ്പെട്ട ഭാഗം തണ്ട്. ലേൺ പഠിക്കുക. ഹെർബ്സ് ഔഷധികൾ. ഹെർബ്സ്, ശ്രബ്സ്, ട്രീസ് എന്നിങ്ങനെ മൂന്നായിട്ട് സസ്യങ്ങളെ തരംതിരിക്കാൻ EVS പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഹെർബ്സ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകും. ഫീച്ചേഴ്സ് പ്രത്യേകതകൾ. സോഫ്റ്റ് മൃദുവായിട്ടുള്ളത്. ഓപ്പോസിറ്റ് വേർഡ് ഹാർഡ്, HARD ഹാർഡ്. ഡീപ്പ് ആഴമുള്ളത്. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ പുസ്തകത്തിലുള്ള ചിത്രങ്ങളാണ്. ഇത് ആനിമൽസിനെയും ട്രീസിനെയും ഐഡന്റിഫൈ ചെയ്ത് വൊക്കാബുലറി പരിശോധിക്കാനായിട്ടുള്ള ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ വെള്ള പൂക്കൾ വരുന്ന തുമ്പച്ചെടിയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക. വീട്ടിലോ തൊടിയിലോ പറമ്പിലോ ഒക്കെ ഉണ്ടെങ്കിൽ തുമ്പച്ചെടി എന്ന് മനസ്സിലാക്കുക. ഈ പേര് ഓർമ്മയുണ്ടാകും. തെച്ചി, തെറ്റി, ചെത്തി എന്നൊക്കെ പറയുന്ന ഇക്സോറ. പദങ്ങൾ ഓർത്തിരിക്കുക. ജാസ്മിൻ എഴുതിയാലോ ഒക്കെ. തുമ്പിക്ക് ഇംഗ്ലീഷ് ഡ്രാഗൺ ഫ്ലൈ എന്നാണ്. ബേബി ബേർഡ്സ്, സ്ക്യൂറൽ. ഇത് ഏത് പ്ലാന്റ് ആണ് എന്ന് ചോദിച്ചാൽ മാംഗോ ട്രീ, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, വേം, ബട്ടർഫ്ലൈ അല്ലെങ്കിൽ കാറ്റർപില്ലർ എന്ന് എഴുതിയാലും ഓക്കെ. ചിലന്തിക്ക് സ്പൈഡർ ആണ്. ചിലന്തി വല കോബ് വെബാണ്. ഗോൾഡൻ ഷവർ ട്രീ കണിക്കൊന്ന എന്ന വിഷുവും കൂടെയാണ്. കണിക്കൊന്ന പദം പഠിപ്പിക്കാം. കോക്കനട്ട് ലീഫ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ചെടികളെയും മൃഗങ്ങളെയും ടേബിളായിട്ട് എഴുതിപ്പിക്കാം. അപ്പോൾ എത്രത്തോളം ഇതുവരെയും പഠിച്ചതിൽ ഓർമ്മയുണ്ട് എന്നുള്ളൊരു ഇവാലുവേഷൻ കൂടി ആകും. എത്രത്തോളം വൊക്കാബുലറി അറ്റൈൻ ചെയ്തു എന്നുള്ള കാര്യം കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ഇന്നത്തെ GK ചോദ്യം. വിച്ച് പാർട്ട് ഓഫ് ദ ട്രീ മേക്സ് ഫുഡ് യൂസിങ് സൺലൈറ്റ്? സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ട് ചെടി ആഹാരം നിർമ്മിക്കുന്നു. അതിനുവേണ്ടി ചെടിയെ സഹായിക്കുന്നത് ആരാണ്? ചെടിയുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇലയാണ്. ലീഫാണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് ചെടിയുടെ അടുക്കള എന്നറിയപ്പെടുന്നത്? ലീഫാണ്. ഓക്കെ. നമ്മുടെ ബുക്കിന്റെ പേര്, EVSന്റെ നോട്ട്ബുക്കിന്റെ പേര് എൻവിയോൺമെന്റൽ സയൻസ് ഡയറി എന്നാണ്. അപ്പോൾ സ്കൂൾ ബുക്കില് ഹെഡിങ് ആയിട്ട് നിങ്ങൾക്ക് എൻവിയോൺമെന്റൽ സയൻസ് ഡയറി എന്ന് എഴുതാവുന്നതാണ്. ഫ്രണ്ട് പേജ്. തുടർന്ന് എല്ലാ പേജുകളിലും ഡേറ്റ് ഇട്ട് നല്ല രീതിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി പോവുക. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കിടക്കുന്നു. പാർട്സ് ഓഫ് എ പ്ലാന്റ്. ചെടിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് ഏറ്റവും താഴെ, മണ്ണിന് താഴെ നിൽക്കുന്നത് ഇതെന്താണ്? ഇത് വേരാണ്. റൂട്ട്സ് ആണ്. റൂട്ട്സ്, വേരുകൾ. ഈ പോയിരിക്കുന്ന പ്രധാനപ്പെട്ട കമ്പ്, അതാണ് സ്റ്റെം. തണ്ട് എന്നറിയപ്പെടുന്നത്. ഇലകൾ നമ്മൾ പരിചയപ്പെട്ടു. ലീഫ്, പൂവ്, ഫ്ലവർ സംശയമില്ല. ഫ്രൂട്ട്സ് വരുന്നുണ്ട്. അതിനോടൊപ്പം സീഡ്സ്. പൊതുവെ റൂട്ട്, സ്റ്റെം, ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട് എന്നിവയാണ് അടയാളപ്പെടുത്താൻ ഉള്ളത്. ഇനി ഇവയുടെ ഫങ്ഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴല്ല, അടുത്തൊരു ക്ലാസ്സിൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓരോന്നിന്റെയും. ഒരു ചെടിയെ വരയ്ക്കാനും അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കുട്ടിക്ക് ആദ്യം മനസ്സിലാകേണ്ടത്. സ്റ്റെമ്മ്, തണ്ട് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. റൂട്ട്സ്, ലീവ്സ്, ഫ്ലവേഴ്സ് തുടങ്ങിയവ തിരിച്ചറിയുക. ഈ പദങ്ങളും അവയുടെ മലയാളവും കൂടെ പഠിച്ചിരുന്നാൽ പിന്നെ തെറ്റേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു ചെറിയ ചെടിയെ വരയ്ക്കുക. അതിനുശേഷം അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. നിറം നൽകണമെങ്കിൽ നിറം നൽകാം. ആ രീതിയിൽ
ഇന്നത്തെ പ്രവർത്തനമായിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നാളെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ പറയുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാം വർക്ക്ഷീറ്റുകൾ, നോട്ടുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ട് PDF ലഭ്യമാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. USS 2025 കേരള എന്ന പേജ് സന്ദർശിക്കുക. PDF ആയിട്ടോ ഹാർഡ് കോപ്പി ആയിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ലഭ്യമാക്കുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ.